പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ മളന്തുരുത്തിയിലാണ്. ബസ് റൂട്ടിനോട് വളരെ അടുത്തായിട്ടുള്ളൊരു വില്ലയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുള്ളത്. പ്രീമിയം കാറ്റഗറിയിലാണ് ഈ വില്ല വരുന്നത്. മനോഹരമായിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 9 സെൻറ്റ് 400 ലിങ്സ് ലാൻഡിൽ 3350 സ്ക്വയർ ഫീറ്റിൻ്റെ സ്പേഷ്യസ് ആയിട്ടുള്ള 4 BHK ആണ്. നമുക്കിനി വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. ഫ്രണ്ട് എലിവേഷനോട് നീതി പുലർത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ മതിലിന് പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ട് ടൈലിൻ്റെ വർക്ക് വരുന്നുണ്ട്, സ്ക്വയർ ട്യൂബിൻ്റെ വർക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് വരാം. പ്രധാന എൻട്രൻസിന് മുമ്പിലായിട്ട് ഒരു വിക്കറ്റ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. അത് ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നേരെ അകത്തേക്ക് വരാം. ബാംഗ്ലൂർ സ്റ്റോണാണ് താഴെ വിരിച്ചിട്ടുള്ളത്. ചുറ്റും ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ചിരിക്കുകയാണ്. അതിൽ ഒറിജിനൽ ഗ്രാസ് തന്നെയാണ്. ധാരാളം പ്ലാന്റ്സുകളോട് കൂടി തന്നെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പോർച്ചിനകത്തായിട്ട് വലിയൊരു വാഹനം പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ, ഒരു വാഹനമല്ല പൂർണ്ണമായിട്ടും 2 വലിയ വാഹനങ്ങൾ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടൈലിൻ്റെ പാറ്റേൺ ആണെങ്കിൽ ഒരു മോഹൻചദാരോ പാറ്റേണിലാണ് വന്നുള്ളത്. അപ്പോൾ ഭംഗിയുള്ളൊരു ടൈൽ പാറ്റേണോട് കൂടി തന്നെയാണ് പോർച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പോർച്ചിനകത്തായിട്ട് പവർ പോയിൻ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇനി നമുക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നല്ലൊരു വെല്ല് വരുന്നുണ്ട്. വലിയ വെല്ലാണ്, വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ്. കിച്ചണിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ധാരാളം ചെടികൾ വരുന്നുണ്ട്. ഒരു മാവ്, ഒരു പ്ലാവ് എല്ലാം ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീട് പെട്ടെന്നൊന്ന് ചുറ്റിക്കാണാം. ഈ കാണുന്ന ഭാഗം, അതായത് ബാംഗ്ലൂർ സ്റ്റോൺ നിരത്തിയിരിക്കുകയാണ്. റിവർ സ്റ്റോൺ വിരിച്ചിട്ടുണ്ട്. സൈഡിൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. നേരെ വരുന്നത് ഒരു ഗാർഡനിൽ ഇരിക്കാനുള്ളൊരു സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എൻട്രൻസ് വരുന്നത് നേരെ ഡൈനിങ്ങും ലിവിങ്ങിലേക്കുമാണ്. ഇനി നമുക്ക് വീടിൻ്റെ ബാക്ക് വശത്തേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് ഭാഗമാണ്. ഇവിടെയാണ് അടുക്കള വരുന്നത്. നമുക്കിനി ബാക്കിലേക്ക് വരാം. നല്ലൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. ടൈൽ ഒട്ടിച്ചിരിക്കുകയാണ്. തറനിരത്തിൽ നിന്നും ഉയർത്തി തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഔട്ട് സൈഡിലൊരു ബാത്റൂം വരുന്നുണ്ട്. സർവൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഔട്ട് സൈഡിലൊരു ബാത്റൂം വരുന്നുണ്ട്. ഇനി നമുക്ക് സൗത്ത് വെസ്റ്റ് ഭാഗത്തേക്ക് വരാം. സൗത്ത് വെസ്റ്റ് ഭാഗമാണ്. ചുറ്റും മതിലിൽ പ്ലാന്റ്സ് പടർത്തിയിരിക്കുകയാണ്. നല്ല പ്ലാന്റ്സുകളോടുകൂടി തന്നെയാണ് ഇതും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പേവിങ് വന്നിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ തന്നെയാണ്. വശങ്ങളെല്ലാം റിവർ സ്റ്റോൺ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല നല്ല പ്ലാന്റ്സുകൾ ഉടനീളം കൊടുത്തിട്ടുണ്ട്. റെയിൻ വാട്ടർ പോകുന്നതിനായിട്ട് ഡ്രൈനേജും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ കാണുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നുള്ളൊരു എൻട്രൻസും കൂടിയാണ്. വശങ്ങളിലെ ലൈറ്റിന് വേണ്ടിയിട്ട് ഗാർഡൻ ലൈറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ കോർണറിലെല്ലാം തന്നെ ടാപ്പ് പോയിൻ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് ഗാർഡൻ ലൈറ്റുകളും അതുപോലെ തന്നെ പ്ലാന്റ്സുകളും കൊടുത്തിട്ടുള്ളത്. നമുക്കിനി വീടിനകത്തേക്ക് വരാം. സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നത് ടൈലും ഗ്രാനൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ്. വീടിൻ്റെ ദർശനം വരുന്നത് വടക്കോട്ടാണ്, അതായത് നോർത്തിലേക്കാണ് വീട് ഫേസ് ചെയ്യുന്നത്. നല്ല മരത്തിൽ തീർത്ത പ്രധാന ഡോറ്, അതും ടീക്കുഡിൽ തന്നെയാണ്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ വരുന്നുണ്ട്. ഹാൻഡിൽ വരുന്നുണ്ട്. നേരെ കയറി വരുമ്പോൾ കാണുന്നത് ഒരു മെറ്റൽ ആർട്ടാണ്. LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. നേരെ ലിവിങ് സ്പേസിലേക്ക് വരാം. ഇത് ഗസ്റ്റ് ലിവിങ് ആണ്. നല്ല ഭംഗിയായിട്ടും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ടൈൽ പാറ്റേൺ ആണെങ്കിലും ഭംഗിയുള്ളൊരു മാറ്റ് ടൈൽ പാറ്റേൺ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇരുവശങ്ങളിലായിട്ട് നല്ല ജനലുകളാണ്, അതായത് ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഫാൻസി ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് കോർട്ട്യാർഡിലേക്ക് വരാം. ഡബിൾ ഹൈറ്റിനായിട്ടുള്ളൊരു ഏരിയയാണ്. ഇവിടെയായിട്ട് ഒരു ബ്ലാക്ക് ഡിസൈനിലുള്ളൊരു ടൈൽ പാറ്റേൺ വന്നിട്ടുണ്ട്. അതും മാറ്റ് ടൈല്. നല്ലൊരു പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ബീഡിങ്ങിലെല്ലാം പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതും വാം ലൈറ്റ് തന്നെയാണ്. ഇവിടെയായിട്ട് ഒരു കോഫി ടേബിൾ മറ്റു കാര്യങ്ങളാണ് ബിൽഡർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് നമുക്ക് ഇതിൻ്റെ കോർട്ട്യാർഡ് വരും. ഇവിടെ പ്ലാന്റ്സ് വരും. അവിടെ ഫൗണ്ടനും നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം നല്ലൊരു ഏരിയ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. മാത്രമല്ല ഈ ഭാഗത്തായിട്ടാണ് DB യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. 3 ഫേസ് ലൈനാണ് വരുന്നത്. നേരെ നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് വരാം.
ഇങ്ങനെയാണ് ഡൈനിങ്ങിൻ്റെ സ്പേസ് വരുന്നത്. ഭംഗിയായിട്ട് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഒരു ഫാൻ വരുന്നുണ്ട്. അപ്പോൾ വലിയൊരു ഡൈനിങ് ടേബിളിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫാമിലി ലിവിങ്ങോട് കൂടി തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് ഫാമിലി ലിവിങ് സ്പേസ് വരുന്നത്. മാത്രമല്ല ഒരു TV യൂണിറ്റിൻ്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു TV ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. സ്വിച്ചസ് ആണെങ്കിലും പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസ് ആണ്. വയേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത് ഫിനോലെക്സിൻ്റെ ഗോൾഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ വരുന്നതാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു എൻട്രൻസ് വരുന്നത് നേരെ ഗാർഡനിലേക്കാണ്. ഇത് UPVCയിൽ ടഫിൻ്റെ ഗ്ലാസ് ആണ് കൊടുത്തുള്ളത്. നമുക്കിനി നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചണിലേക്ക് പോകുന്ന എൻട്രൻസിലും ഭംഗിയായിട്ടാണ് സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല നല്ല ആർട്ടുകളൊക്കെ വരുന്നുണ്ട്, LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വാഷ് കൗണ്ടർ വന്നിരിക്കുകയാണ്. ഒതുങ്ങി മാറിയാണ് വാഷ് കൗണ്ടർ വന്നുള്ളത്. ജാഗോൻ്റെ ഫിറ്റിങ്സ് ആണ്. വലിയൊരു മിറർ വരുന്നുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പം നല്ല ഭംഗിയായിട്ട് അതിനെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെയായിട്ടാണ് നമ്മുടെ കോമൺ ബാത്റൂം വന്നുള്ളത്. ഇങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിട്ടുള്ളത്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വരുന്നുണ്ട്. കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ്. ഭംഗിയായിട്ട് വലിയൊരു മിററോട് കൂടി തന്നെ ഇതും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്തിരിക്കുന്നത് ജാഗോൻ്റെ പ്രീമിയം കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കിച്ചണിലേക്ക് പോകാം. നേരെ നമ്മൾ കിച്ചണിലേക്ക് വരികയാണ്. കിച്ചണിലേക്ക് കയറുന്ന എൻട്രൻസിൽ ഒരു മിറർ ഡിസൈൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറിലും വശങ്ങളിലും എല്ലാം മാറ്റ് ഡിസൈനിലുള്ള ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കയറി വരുമ്പോൾ കാണുന്നത് തന്നെ ഒരു കൗണ്ടറാണ്. ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ കഴിക്കാവുന്നതാണ്. മേലെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് സ്ക്വയർ ട്യൂബിൽ. അതിൻ്റെ മേലെയും പ്ലാന്റ്സ് വയ്ക്കാവുന്നതാണ്. നല്ല ഭംഗിയുള്ള ലൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു വാം ലൈറ്റ് തന്നെ ആയതുകൊണ്ട് തന്നെ നാനോ വൈറ്റ് ഗ്രാനൈറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് പാചകം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫുഡും ഹോബും അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഫാബർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഫുഡും ഹോബുമാണ് വന്നുള്ളത്. ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ടാൻഡം ബോക്സിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഓട്ടോ ക്ലോസും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ ക്ലോസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇത് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം മറൈൻ പ്ലൈവുഡിലാണ് ഫുള്ള് കബോർഡുകളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇത് ഈസ്റ്റ് സൈഡ് ഓരോ പാളി വീതം ജനൽ വന്നിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡ് 2 പാളി ജനലാണ് വന്നുള്ളത്. ഇവിടെയായിട്ട് 2 മിക്സർ വരാനുണ്ട്. അപ്പോൾ നല്ല കിച്ചൺ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കിച്ചനൊരു സ്റ്റോർ റൂമും കൂടി ഉണ്ട്. ഇങ്ങനെ നമുക്ക് ധാരാളം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഇവിടെയുണ്ട്. ഒരുപാട് ബോട്ടിൽസൊക്കെ നമുക്ക് വെക്കാനും ധാരാളം സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. ലൈറ്റിന് വേണ്ടിയിട്ട് മേലെ നിന്ന് ഒരു LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്നുള്ള എൻട്രൻസ് തുറക്കുന്നത് സൗത്ത് സൈഡിലേക്കാണ്. നേരെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂമിലാണ് സൗത്ത് വെസ്റ്റ് കോർണറിലാണ് മാസ്റ്റർ ബെഡ്റൂം എന്നുള്ളത്. ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 13 അടി നീളവും 12 അടി വീതിയും വരുന്നുണ്ട്. നമുക്ക് സൗത്ത് സൈഡിലേക്ക് ഹെഡ് പൊസിഷൻ വെക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ബെഡ് സ്വിച്ചൊക്കെ കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഭംഗിയായിട്ട് സ്പോട്ട് LED ലൈറ്റുകളും ഫാനൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു വാർഡ്രോബ്സ് വരുന്നുണ്ട്. അതിന് ഫുൾ ലെങ്ത് മിററോട് കൂടി തന്നെയാണ് വന്നുള്ളത്. ഇവിടെ കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വാർഡ്രോബ്സ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ നിന്ന് ഒരു എൻട്രൻസ് നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള എൻട്രൻസും വരുന്നുണ്ട്. അതും വെസ്റ്റ് സൈഡിൽ തന്നെയാണ്. ബാത്റൂമിലേക്ക് കയറുന്ന എൻട്രൻസിൽ തന്നെയായിട്ട് നല്ല വലിപ്പമുള്ള കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെയായിട്ട് ഒരു മിററും വരുന്നുണ്ട്. നമുക്ക് ബാത്റൂമിലേക്ക് വരാം. ഒരു വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ജാഗോൻ്റെ ഫിറ്റിങ്സ് ആണ്. വലിപ്പമുള്ളൊരു മിറർ വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചുറ്റും പ്രൊഫൈൽ ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് കബോർഡിനടിയിലും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ക്ലോസറ്റ് ഏരിയ വരുന്നത്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ്. ഇനി നമുക്ക് ഷവർ ഭാഗത്തേക്ക് വരാം. ഗ്ലാസ് പാർട്ടീഷനോട് കൂടി തന്നെയാണ് ഷവർ ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ജാഗോൻ്റെ ഒരു ഡയവേർട്ടർ, ടെലഫോൺ ഷവർ, റെയിൻ ഷവർ വന്നിരിക്കുന്നത് സീലിംഗ് തന്നെയാണ്. എക്സോസ്റ്റ് സീലിംഗ് എന്നാണ്. അതുപോലെ ലൈറ്റും സീലിംഗ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഫൈബർ ഡോർ തന്നെയാണ് ഇതിന് വന്നുള്ളത്. നേരെ അപ്സ്റ്റെയറിലേക്ക് പോകാം. സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ട്രീറ്റഡ് പൈൻ വുഡിലാണ്. സ്റ്റീലിൻ്റെ ഫ്രെയിമിൽ ട്രീറ്റഡ് പൈൻ വുഡാണ് സ്റ്റെപ്പിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ടീക്ക് വുഡ് ടഫിൻ്റെ ഗ്ലാസും വരുന്നുണ്ട്. നേരെ ഈസി ആയിട്ട് മേലേക്ക് കയറാം. സ്റ്റെപ്പിന് ഒരുപാട് ലെങ്ത്ത് കൊടുത്തിട്ടില്ല. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. കയറി വരുമ്പോൾ തന്നെ വെസ്റ്റ് സൈഡിലായിട്ടൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് സ്റ്റെയറിന് മേലെയായിട്ട് സീൻ സീക്കറ്റിനകത്ത് LED ലൈറ്റുകൾ വരുന്നുണ്ട്. മാത്രമല്ല പ്രൊഫൈൽ ലൈറ്റ് ഓടിച്ചിട്ടുണ്ട്. സ്റ്റെപ്പിനടിയിൽ ഇരുവശങ്ങളിലും ഹാൻഡിൽ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പർ ലിവിങ് സ്പേസ് ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് ഉണ്ട്. മേലെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫാൻ വരുന്നുണ്ട്. ഈ ഭാഗത്തൊരു സ്ക്രീൻ സ്പേസ് ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൊജക്ടർ കൊടുക്കാവുന്നതാണ്.
മാത്രമല്ല ഈ ഭാഗത്തേക്ക് ഒതുങ്ങി മാറിയിട്ടാണ് ഒരു കമ്പ്യൂട്ടർ ടേബിൾ വന്നുള്ളത്. റീഡിംഗ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. സ്റ്റോറേജ് സ്പേസ് ധാരാളം വന്നിട്ടുണ്ട്. മാത്രമല്ല ഇവിടുന്ന് ഇറങ്ങുന്ന എൻട്രൻസ് നേരെ ഒരു ബാൽക്കണിയിലേക്കാണ്. ഇങ്ങനെ നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്നതാണ്. മേലെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ടഫ് ആൻഡ് ഗ്ലാസ് വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലായിട്ട് സ്റ്റീലിൻ്റെ ഹാൻഡിലും അവിടെയും ടഫ് ആൻഡ് ഗ്ലാസും തന്നെയാണ് വന്നുള്ളത്. പൂർണ്ണമായിട്ടും UPVCയിലാണ് ഇതെല്ലാം ചെയ്തുള്ളത്. അതും ടഫ് ആൻഡ് ഗ്ലാസ്സിൽ തന്നെയാണ്. നേരെ നമുക്ക് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. അപ്പർ ലിവിങ് സ്പേസിലെ ഫസ്റ്റ് ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമാണ്. ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫുൾ കവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം മറൈൻ പ്ലൈവുഡിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. ഫുൾ ലെങ്ത് മിററാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 14 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫാൻ വരുന്നുണ്ട്. ഇവിടെ നിന്നൊരു വ്യൂ വരുന്നുണ്ട്. അതായത് ബെഡ്റൂമിൽ നിന്നൊരു വ്യൂസ് നമുക്ക് കോർട്ട്യാർഡിലേക്കും ഉണ്ട്. അവിടെയും UPVC തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നേരെ നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. ലക്ഷറീസ് ആയിട്ടാണ് ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല വലിപ്പമുള്ളൊരു കൗണ്ടർ വന്നിട്ടുണ്ട്. കൗണ്ടർ വാഷ് ബേസിൻ, മിറർ, ലൈറ്റ് എല്ലാം ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. ബാത്ത് ഏരിയയിൽ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ലൊരു ഡയറക്റ്റ് സൺലൈറ്റും കിട്ടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബാത്ത് ഏരിയയിൽ ഗ്ലാസ് പാർട്ടീഷൻ വരുന്നുണ്ട്. മാത്രമല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് ഡൈവേർട്ടർ വന്നിട്ടുള്ളത്. ടെലിഫോൺ ഷവർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. 8 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേറ്റിങ്സ് എല്ലാം നല്ല ഭംഗിയുള്ളൊരു ഗ്രേറ്റിങ്സ് സ്ക്വയറിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു ടവൽ റാഡും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ലക്ഷറീസ് ആയിട്ടുള്ളൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. അപ്പർ ലിവിങ് സ്പേസിൽ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 13 അടി നീളവും 12 അടി വീതിയാണ്. സൗത്ത് സൈഡിലേക്ക് നമുക്ക് ഹെഡ് പൊസിഷൻ വയ്ക്കാവുന്ന രീതിയിൽ സ്വിച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മേലെ LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇത് വെസ്റ്റ് സൈഡാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഭംഗിയായിട്ട് വാൾഡ്രോബ്സ് കൊടുത്തിരിക്കുകയാണ്. ഫുൾ ലെങ്ത് മിറർ വരുന്നുണ്ട്. കമ്പ്യൂട്ടർ ടേബിൾ വരുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് വരാം. താഴത്തെ അതേ ഡിസൈനിൽ തന്നെയാണ് ഇവിടെയും വന്നുള്ളത്. ഫുൾ ലെങ്ത് മിറർ വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഫുള്ളായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡാണ്. ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 13 അടി നീളവും 12 അടി വീതിയും വരുന്നുണ്ട്. മേലെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫാൻ വരുന്നുണ്ട്. ഭംഗിയായിട്ടുള്ളൊരു വാൾഡ്രോബ്സ് തന്നെയാണ്. മിറർ ഫുൾ ലെങ്ത് മിറർ വരുന്നുണ്ട്. കമ്പ്യൂട്ടർ ടേബിൾ വരുന്നുണ്ട്. ഇത് നമുക്ക് നേരെ ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് വരാം. ബാത്റൂമിലേക്ക് കയറുന്ന എൻട്രൻസിലൊരു മിറർ വരുന്നുണ്ട്. ഫുൾ കവർ ചെയ്യുന്ന രീതിയിലാണ് കബോർഡ് കൊടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാത്റൂമും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നേരെ നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങാനുള്ള എൻട്രൻസ് വരുന്നത് ഫുൾ കവേർഡ് ബാൽക്കണിയിലേക്കാണ്. അപ്പോൾ നമുക്ക് നേരെ ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് ഒരു എൻട്രൻസും കൂടിയുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പൺ ബാൽക്കണിയിലേക്ക് പോകാം. ഓപ്പൺ ബാൽക്കണിയാണ്. നല്ല വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ബാൽക്കണി ഇട്ടിട്ടുണ്ട്. ഫുൾ ഗാർഡൻ സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്. ടഫ് ആൻഡ് ഗ്ലാസ് വരുന്നുണ്ട്. മേലെയായിട്ടും പ്ലാന്റ്സുകൾ കൊടുക്കാനുള്ള രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭംഗിയുള്ളൊരു ഓപ്പൺ ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് പോകാം. ഇനി നമുക്ക് നേരെ അപ്സ്റ്റെയറിലേക്ക് പോകാം. സ്റ്റെപ്പ് അതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. നേരെ നമ്മൾ മേലേക്ക് വരികയാണ്. ഇതും പൈൻ വുഡ് തന്നെയാണ്. ട്രീറ്റഡ് പൈൻ വുഡിൽ തന്നെയാണ് ഈ ഫ്ലോറും ചെയ്തിട്ടുള്ളത്. ഈ മേലെ നിന്ന് താഴത്തേക്ക് കോർട്ട്യാർഡിലേക്ക് ഒരു 3 ഹൈറ്റിൽ നിന്നുള്ളൊരു വ്യൂ കിട്ടുന്നുണ്ട്. മാത്രമല്ല പെർഗോളാസ് നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. ഇവിടെയും പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ഒരു അയൺ ടേബിൾ വയ്ക്കാം. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാട്ടർ ലൈൻ വരുന്നുണ്ട്. നേരെ നമുക്ക് ഓപ്പൺ ടെറസ് സൈഡിലേക്ക് വരാം. അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. ഇത് ഷീറ്റ് വെച്ച് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. മേലെ ടാങ്ക് കൊടുത്തിരിക്കുകയാണ്. 1000 ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് മേലെ. മാത്രമല്ല ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭംഗി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ അവിടെ ഒരു ഹാൻഡിൽ ചെയ്യാതിരുന്നത്. ഇനി നമുക്ക് അടുത്ത ഓപ്പൺ സ്പേസിലേക്ക് പോകാം. രണ്ടാമത്തെ ഓപ്പൺ സ്പേസ് ആണ് ഈ കാണുന്നത്. ഈ ഫ്രണ്ടിലേക്ക് ചാടിച്ചിട്ടിരിക്കുന്ന എല്ലാ പാരപ്പറ്റിലും നല്ല പ്ലാന്റ്സ് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പം ഫ്രണ്ട് എലിവേഷൻ കുറച്ചും കൂടി ഭംഗിയാവുകയും ചെയ്യും. അപ്പോൾ ഭംഗിയുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. 9 സെൻറ്റ് 400 ലിങ്സ് ലാൻഡ് ഏരിയയിൽ 3350 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്.
മനോഹരമായിട്ടാണ് വില്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതും പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന വില്ലയും കൂടിയാണ്. ഇത് വരുന്നത് എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തിയിലാണ്. ബസ് സ്റ്റോപ്പിനോട് വളരെ അടുത്തുള്ളൊരു വില്ലയും കൂടിയാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 1,65,00,000 രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സിമിലർ ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റും നമ്മുടെ പക്കലുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.